ഹലോ, ഓഡിബിളും വിസിബിളും ആണോടാ? കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടോ? ഹായ്, എന്തൊക്കെയുണ്ട്? സുഖമാണോ എല്ലാവർക്കും? പഠിത്തമൊക്കെ എങ്ങനെ പോണു? നന്നായിട്ട് പോകുന്നുണ്ടോ? യെസ്, അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അധികം സമയമൊന്നും ഇല്ല അല്ലേ? അധികം സമയമൊന്നുമില്ല. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടോ അത്രത്തോളം എന്ത് ചെയ്യും? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മാർക്കും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ? ചിലപ്പോൾ ഒരു മാർക്കൊക്കെ ആയിരിക്കും നമ്മുടെ റാങ്ക് അങ്ങ് മുകളിലായിട്ട് ഒത്തിരി അങ്ങ് മുകളിൽ പോകുന്നത് അല്ലേ? എനിക്ക് സുഖമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണ് ഏറ്റവും എത്രത്തോളം നെഗറ്റീവ്സ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നെഗറ്റീവ്സ് കുറയ്ക്കുക. അതുപോലെ തന്നെ എത്രത്തോളം മാർക്ക് നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് അല്ലേ, പഠിക്കുന്ന ഭാഗത്ത് നമുക്ക് ഒരു മാർക്ക് പോലും നമ്മൾ കളയരുത്. ആ രീതിയിൽ വേണം പോകാൻ. നിങ്ങൾ എന്താണ് ഒരു ഭാഗം പഠിക്കുന്നു, ആ പഠിക്കുന്ന ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യരുത്, നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടരുത്. ആ രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതിപ്പോൾ നമ്മളെന്താണ് LDC ആയിക്കോട്ടെ, എന്താണ് ഡിഗ്രി ലെവൽ എക്സാമുകൾ, ഒത്തിരി എക്സാമുകൾ ഇനി വരുന്നുണ്ടല്ലേ. ഇപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി എഴുതാൻ പറ്റും, ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പറ്റും. അല്ലാത്തവർക്ക് എന്താണ് LDC എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ എക്സാമിനും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരുമിച്ച് അങ്ങ് ഒരു ഒട്ട ശയന പ്രദക്ഷിണം അങ്ങ് പിടിച്ച് പോവുക. ഇപ്പോൾ മെയിൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലേ, ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കുറച്ചുകൂടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെയിൻസ് ആണല്ലേ. നമ്മുടെ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിഫയിങ് എക്സാമാണ്. മെയിൻസിൻ്റെ മാർക്കാണല്ലേ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. മെയിൻസിൻ്റെ മാർക്കാണ്. നമ്മൾ കട്ട് ഓഫിൻ്റെ ജസ്റ്റ് മുകളിൽ പോരാ. സൗണ്ട് കുറവാണോ? ഇപ്പോൾ ഓക്കെ ആയോ? സൗണ്ട് ഇപ്പോൾ ഓക്കെ ആയോ? ഇപ്പോൾ ഓക്കെ ആണോ സൗണ്ട്? ഇനിയും കൂട്ടണോ? മാക്സിമം ഔട്ട്പുട്ടിലാണ് ഇരിക്കുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും വൃത്തിക്ക് പഠിച്ച് തന്നെ പോവാ കേട്ടോ. അങ്ങനെ തന്നെ പോവാ. ഇപ്പോഴും കുറവാണോ? ഇപ്പോഴും സൗണ്ട് നല്ല കുറവാണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോളതാപനം എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണല്ലേ, എന്താണ് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഏറ്റവും എന്താണ് പ്രൈമറി ആയിട്ടുള്ള റീസൺ അല്ലേ. എന്തുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു, എന്താണ് അതിൻ്റെ കാരണം, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പറയാനുള്ള ഏറ്റവും എന്താണ്, നമുക്ക് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് എന്താണ്, നമ്മുടെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണല്ലേ. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം അല്ലേ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു മോശം സാധനമാണോ? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണോ? അല്ലേ. നമുക്കറിയാം നമ്മുടെ സൗരയൂഥത്തിൻ്റെ എനർജി കിട്ടുന്നല്ലേ. സൗരയൂഥത്തിലെ എല്ലാവിധ ആക്ടിവിറ്റീസിനും അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിനും എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു എനർജി ക്യാപ്സ്യൂളായിട്ട് പ്രവർത്തിക്കുന്നത് സണ്ണാണ്. സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻസ് ആണ് അല്ലേ. വിസിബിൾ ലൈറ്റിൻ്റെ രൂപത്തിലും എക്സ്റേസിൻ്റെ രൂപത്തിലും ഗാമ റേസ് അല്ലെ, ഇൻഫ്രാറെഡ് റേസ്, ഇങ്ങനെയുള്ള ഒത്തിരി അധികം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് എത്തപ്പെടുന്ന നമ്മുടെ എന്താണ് സൂര്യൻ്റെ വികിരണങ്ങൾ അല്ലെങ്കിൽ സൗരവികിരണങ്ങൾ അല്ലേ. സൗരവികിരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭൂമി എന്താണ്, ഭൂമിയുടെ എല്ലാവിധ ആക്ടിവിറ്റിക്കും എനർജി കൊടുക്കുന്നത്. അപ്പോൾ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അത് എന്താണ്, നമ്മുടെ സൗരവികിരണമാണ്. ഇനി നമ്മുടെ എന്താണ് വരുന്ന അല്ലേ, നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന എല്ലാ സൗരവികിരണത്തിലെ എല്ലാ റേഡിയേഷൻസും എന്താണ് ഭൂമിയിൽ വന്നിട്ട്
തിരിച്ചു പോവുകയാണെന്നിരിക്കട്ടെ, 100% വരുന്നു, 100%വും തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണെന്നിരിക്കട്ടെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലേ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒന്നും തന്നെ തങ്ങി നിൽക്കുന്നില്ല, ഈ എനർജി ഒന്നും അബ്സോർബ് ചെയ്ത് പിടിച്ചു നിർത്തപ്പെടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമി തണുത്തുറഞ്ഞ ഒരു ഒരു ഗ്രഹമായിട്ട് മാറൂലേ. നമ്മുടെ ഭൂമി തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായിട്ട് മാറേണ്ടതല്ലേ. അപ്പൊ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി അല്ലേ, തണുത്തുറഞ്ഞ ഒരു ഗ്രഹമായി മാറാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്, അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പോലെ, മീഥെയിൻ പോലെ, വാട്ടർ വേപ്പർ പോലെ, ഓസോൺ പോലെയുള്ള തന്മാത്രകൾ അല്ലേ, തന്മാത്രകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് സൗരവികിരണം എന്ത് ചെയ്യും? നമ്മുടെ ഭൂമിയിൽ വന്ന് തട്ടി അതെന്ത് ചെയ്യും? ഭൗമവികിരണമായി തിരിച്ചു പോകുമ്പോൾ, ടെറസ്ട്രിയൽ റേഡിയേഷനായിട്ട് തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അന്തരീക്ഷത്തിൽ അവരെ അബ്സോർബ് ചെയ്ത് പിടിക്കുന്നു. അബ്സോർബ് ചെയ്യിച്ച് നമ്മുടെ അന്തരീക്ഷത്തെ ചൂടാക്കി നിർത്തുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ, നമുക്കെന്താണ് ഇങ്ങനൊരു സംഭവം നമുക്കില്ലായിരുന്നു എന്നിരിക്കട്ടെ, നമുക്ക് ഗ്രീൻ ഹൗസ് ഇഫക്റ്റേ ഇല്ല. അങ്ങനൊരു സിറ്റുവേഷൻ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമി പണ്ടേ തണുത്തുറഞ്ഞു പോകണ്ടേ. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു മൊത്തം മോശം കാര്യമാണോ? അല്ലല്ലേ. നമ്മുടെ പോളാർ റീജിയനിലോട്ടൊക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെ പച്ചക്കറികളും മറ്റുമൊക്കെ നടാൻ വേണ്ടല്ലേ. എന്തിന്? നമ്മുടെ ഇത്രയും ചൂട് കിട്ടുന്ന ഇവിടെ പോലും എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഗ്രീൻ ഹൗസസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഗ്രീൻ ഹൗസസ് ഉണ്ടാക്കി അവിടെ ഈ ചൂടൊക്കെ ട്രാപ്പ് ചെയ്യപ്പെട്ട് നിർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കൃഷിയൊക്കെ നടത്തുന്നത്. അങ്ങനെയുള്ള രീതികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും എന്നല്ല, ഒരു രീതിയിലും ഒരു മോശം കാര്യമല്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കുന്നത്? ആഗോളതാപനം ഉണ്ടാക്കാനുള്ള കാര്യം എന്താണ്? ഇതൊക്കെ നമുക്ക് എല്ലാം ഒരു ഒപ്റ്റിമം കണ്ടീഷനാണ് അല്ലേ. എല്ലാം ഒരു ഇക്വിലിബ്രിയത്തിൽ പോകണം. എന്നാൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം, ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നു. അതിനുശേഷം ഒത്തിരി അധികം മെഷീനറീസ്, ഫാക്ടറീസ് ഒക്കെ എന്ത് ചെയ്യും? ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ചൈനയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ ഒത്തിരി അധികം ഇൻഡസ്ട്രീസ് വളർന്നു വരുന്നു. ആ ഇൻഡസ്ട്രീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒത്തിരി അധികം ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് വിടുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അല്ലേ, വനനശീകരണം. നമ്മുടെ ഈ വനനശീകരണം എന്തുകൊണ്ടാണ്? ഈ വനനശീകരണമൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചതുപ്പ് നിലങ്ങളുടെ നശീകരണമൊക്കെ എന്തുകൊണ്ടാണ് ഈ ഗ്രീൻ ഹൗസിന് കാരണമാകുന്നു, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടി കാരണമാകുന്നു എന്ന് പറയുന്നത്? ഈ ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനനശീകരണം, ഈ പാടങ്ങളൊക്കെ നികത്തുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഓഷൻ അസിഡിഫിക്കേഷൻ ഒക്കെ എന്തുകൊണ്ടാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു എന്ന് പറയാനുള്ള റീസൺ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നമ്മൾ എന്തായാലും ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എന്തുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് ഇത്രയധികം കൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉറപ്പായിട്ടും പറഞ്ഞിട്ടുള്ളൊരു റീസൺ ആയിരിക്കും അല്ലേ. എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. കുഞ്ഞു ക്ലാസ്സിലോ അല്ലെങ്കിൽ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഉറപ്പായിട്ട് ഈ ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരിക്കും. വനനശീകരണം, അതുപോലെ തന്നെ സമുദ്രങ്ങളുടെ അസിഡിഫിക്കേഷൻ. അപ്പോൾ അവരൊക്കെ ആസിഡിക് ആയി മാറുന്നത് അല്ലേ. അതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? എന്താണ് ഇവരിങ്ങനെ അല്ലെങ്കിൽ വനങ്ങൾ നശിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ ഓഷൻ അസിഡിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഗ്ലോബൽ വാർമിംഗ് കൂടുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ റീസൺ അറിയാമോ? പറയൂ, കേൾക്കട്ടെ. അതിൻ്റെ റീസൺ പറയൂ. പോരട്ടെ.
CO2 ലെവൽ ഇൻക്രീസ്. കറക്റ്റ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യും. എങ്ങനെ ഇൻക്രീസ് ചെയ്യും? എന്തുകൊണ്ടാണ് വനങ്ങൾ നശീകരിക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ സമുദ്രത്തിന് അസിഡിഫിക്കേഷൻ സംഭവിക്കുമ്പോഴൊക്കെ എന്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു? അതെന്തുകൊണ്ടാണ്? CO2 ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് ഓക്കെ, ഞാൻ സമ്മതിച്ചു, അത് കറക്റ്റാണ്, ആൻസർ കറക്റ്റാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിന് റീസൺ വേണമല്ലോ. അപ്പം ഇവരെയൊക്കെ ഒരു പേര് പറയും, എന്താണെന്ന് അറിയാമോ? ഈ സമുദ്രങ്ങളെയും വനങ്ങളെയൊക്കെ എന്താണ് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട്, യെസ്, അബ്സോർപ്ഷൻ, CO2ൻ്റെ അബ്സോർപ്ഷൻ റെഡ്യൂസ് ചെയ്തു അല്ലേ, റെഡ്യൂസ് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്താണ് ഈ അബ്സോർപ്ഷൻ റെഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഫോറസ്റ്റുകളായിക്കോട്ടെ സമുദ്രങ്ങളായിക്കോട്ടെ ഒക്കെ അവരൊക്കെ എന്താണ് കാർബൺ സിങ്കുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. കാർബൺ സിങ്കുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, നമ്മുടെ എന്താണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മരങ്ങൾക്ക് എന്ത് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അപ്പോൾ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓക്സിജനെ റിലീസ് ചെയ്യും. അപ്പോൾ ആ പ്രോസസ്സ് വഴി എന്താണ്, വനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യും, അവർ അബ്സോർബ് ചെയ്തെടുക്കും അല്ലേ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഓഷൻ അറിയാം അല്ലേ. ഓഷനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഈ ഷെല്ലി ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം എന്താണ് നമ്മുടെ ഫോർ എക്സാമ്പിൾ എന്താണ് കോറൽസ്, അതുപോലെ തന്നെ എന്താണ് ഷെല്ലുള്ള എന്ന് പറയുമ്പോൾ എന്താണ് കക്ക, ചിപ്പി, ഇങ്ങനെയുള്ള ആൾക്കാർ, ഇവരുടെയൊക്കെ എന്താണ് കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ, കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പോൾ ഈ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് CO2 നിന്ന് വരുന്നതല്ലേ ഈ കാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഇത്തരം ഓർഗാനിസത്തിൻ്റെയൊക്കെ ഷെല്ലിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും, ഓഷൻസ് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രക്രിയകൾ ഒരുപാട് നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വനങ്ങളായിക്കോട്ടെ അതുപോലെ തന്നെ എന്താണ് ഓഷൻസ് ആയിക്കോട്ടെ ഇവരെയൊക്കെ അറിയപ്പെടുന്നത് കാർബൺ സിങ്കുകൾ എന്നാണ്. കാർബൺ സിങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എന്താണ് വയലുകൾ, ഇതെല്ലാം എന്താണ് കാർബൺ സിങ്കുകൾ എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നശിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിഡക്ഷൻ കുറയും. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിഡക്ഷൻ കുറയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും. അതെന്ത് ചെയ്യും, ഗ്ലോബൽ വാർമിങ്ങിലേക്ക് അല്ലെങ്കിൽ എന്താണ് കൂടിയ ഒരു ഹരിതഗ്രഹ പ്രഭാവത്തിലേക്ക് നയിക്കുകയും അതെന്താണ് നമ്മുടെ ആവറേജ് ടെമ്പറേച്ചർ ഒത്തിരി അധികം കൂട്ടുകയും ചെയ്യും. അപ്പോൾ എന്താണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ശരാശരി താപനിലയിലെ ക്രമാനുഗമമായ വർധനവാണ് ആഗോളതാപനം എന്നറിയപ്പെടുന്നത്. ഇനി ആഗോളതാപനം എന്തുകൊണ്ടുണ്ടാകുന്നു? ഹരിതഗ്രഹവാതകങ്ങളുടെ സാന്നിധ്യം മൂലം. അവരുടെ സാന്നിധ്യം മാത്രമല്ല അവരുടെ ഇൻക്രീസ് കൂടിയാണ് അല്ലേ, അവരുടെ ഈ അളവ് കൂടുന്നതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആഗോളതാപനത്തിന് കാരണമാകുന്നുണ്ട്. ഇനി പ്രൈമറി ആയിട്ടുള്ള വളരെ പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്, വാട്ടർ വേപ്പർ, നീരാവി, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോണ്. ഇത്രയും ആൾക്കാരാണെന്ത് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. വാട്ടർ വേപ്പർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയിൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഓസോൺ ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള ഹരിതഗ്രഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ 5 ആൾക്കാരെയാണ് പ്രൈമറി ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഓസോണിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ഓസോണിനെ നമ്മൾ ഗുഡ് ഓസോൺ എന്നും എന്നാൽ നമ്മുടെ ഈ അതേ ഓസോൺ എന്ത് ചെയ്യണം, നമ്മുടെ ട്രോപ്പോസ്ഫിയറിലേക്ക് വരുമ്പോൾ അയാൾ നമ്മൾ ബാഡ് ഓസോൺ എന്നും പറയും അല്ലേ. കാര്യം എന്താണ്, ഇവിടെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് കാണുകയും അതുപോലെ തന്നെ എന്താണ് ടെമ്പറേച്ചർ റൈസ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഗ്യാസാണ് ഓസോൺ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഓസോൺ എന്ത് ചെയ്യും, യു വി ലൈറ്റ്സിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ UV റേഡിയേഷൻസിനെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ഇയാളെ ഗുഡ് ഓസോൺ എന്നും ട്രോപ്പോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഇയാളെ ബാഡ് ഓസോൺ എന്നും അറിയപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലേ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കൂടി അതുപോലെ തന്നെ ആഗോളതാപനത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് കൽക്കരി അല്ലേ, നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ എന്താണ് കത്തൽ അല്ലേ, ബേണിംഗ്. ഫോസിൽ ഇന്ധനങ്ങളുടെ കൂടുതൽ ഉപയോഗം, അവരുടെ ബേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിലീസിന് വേണ്ടി കാരണമാകുന്നു. അതെന്താണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ നമ്മുടെ വനനശീകരണം അല്ലേ. വനനശീകരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. അതുപോലെ തന്നെ
മൃഗാവശിഷ്ടങ്ങളുടെ അല്ലേ, നമ്മുടെ എന്താണ് പോൾട്രി, എന്താണ് ഫാമിങ് അല്ലേ, ഈ കാറ്റിൽ ഫാമിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ എന്താണ് ഈ പോത്തുകളെയും ഈ പശുക്കളെയൊക്കെ വളർത്തുന്ന ഫാമിംഗ് ഉണ്ടല്ലോ, ഇത്തരം ഫാമിങ്ങിൽ എന്ത് ചെയ്യും, മീഥെയിൻ ഗ്യാസ് ഇവരെന്ത് ചെയ്യും, ഒത്തിരി അധികം മീഥെയിൻ ഗ്യാസ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഈ മൃഗാവശിഷ്ടങ്ങളുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് എന്താണ്, അതാണ് കേട്ടോ പറയുന്നത്. മൃഗാവശിഷ്ടങ്ങളുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഈ നമ്മുടെ എന്താണ് മീഥെയിൻ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, കൂട്ടും. അവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൽ ഫാമിംഗ് ഒക്കെ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിനെ എയ്ഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ മീറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മിൽക്കിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് വലിയ തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാറ്റിൽ ഫാമിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അതിനൊക്കെ പ്രധാനപ്പെട്ട എന്താണ് റീസൺ എന്ന് പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല അവിടെ എമിഷൻ വരുന്നത്, പ്രധാനമായിട്ടും മീഥെയിൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ എമിഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്താണ് ആഗോളതാപനം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ, ആരൊക്കെയാണ് എന്താ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നറിയപ്പെടുന്നത്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമുക്ക് ബാക്കിയിലേക്ക് പോവാം. ഗ്രീൻ ഹൗസ് എന്താണ് ഇഫക്റ്റ് മനസ്സിലായോ? ഇതിലെന്താണ് ഈ ഗ്യാസസ് അല്ലേ, ഈ പ്രധാനപ്പെട്ട ഗ്യാസസിനെ പറ്റിയിട്ട് എന്താണ് തിരിച്ചും മറിച്ചും പല ക്വസ്റ്റ്യൻസിലും, പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പറ്റിയിട്ട് തിരിഞ്ഞു പോകരുത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യരുത്, തിരിഞ്ഞു പോകരുത്. അതുകൊണ്ട് നമ്മൾ എന്താണ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ പൊല്യൂഷനിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ് കുറച്ച് പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാസസിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പോൾ ആ ഗ്യാസസുമായിട്ട് നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് തിരിഞ്ഞു പോകരുത്. നമ്മളെന്താണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ ഒക്കെ നമുക്ക് എന്താണ് ഉറപ്പായിട്ട് ഓർമ്മയിൽ നിൽക്കും. പെട്ടെന്ന് വാട്ടർ വേപ്പർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഗ്യാസ് ആയിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വാട്ടർ വേപ്പർ ഒരു വളരെ എന്താണ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്താണ് ഇതൊക്കെ തിരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് എന്തായാലും എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, മീഥൈനും കിട്ടും. നൈട്രസ് ഓക്സൈഡ്, അപ്പോൾ നൈട്രസ് ഓക്സൈഡിനകത്ത് എന്താണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ച് തെറ്റിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ വേപ്പർ, നീരാവി എന്ന് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, കൃത്യമായി അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഇത് പോവില്ല, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്നുള്ള കാര്യം പോവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും വിട്ടേക്കൂ, നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ബാക്കി ഗ്യാസസിനെ എന്ത് ചെയ്യുക, പ്രത്യേകം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് പഠിക്കുക. ഓസോൺ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് തോന്നാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കിപ്പോൾ തോന്നില്ല, എക്സാം ഹാളിൽ കയറി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഡൗട്ടുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചാൽ 5 എണ്ണേ ഉള്ളൂ ആകെ, ആ 5 എണ്ണത്തിനെ വളരെ വൃത്തിക്ക് പഠിക്കുക. ഏത് പാതിരാത്രി ചോദിച്ചു കഴിഞ്ഞാലും പറയാൻ കേപ്പബിൾ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഈ നൈട്രസ് ഓക്സൈഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അയാളുടെ എന്താണ് കെമിക്കൽ കോമ്പോസിഷനും കൂടി എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. കെമിക്കൽ കോമ്പോസിഷനും കൂടി എന്ത് ചെയ്യുക, അറിഞ്ഞു വെച്ചിരിക്കുക. N2O ആണ് നൈട്രസ് ഓക്സൈഡിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്കറിയാം അല്ലേ, CO2, മീഥൈൻ, CH4, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ എന്താണ് വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ H2O വേപ്പർ അല്ലേ, H2O വേപ്പർ. അത് കഴിഞ്ഞിട്ട് ഓസോൺ എന്ന് പറയുമ്പോൾ O3, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ N2O. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇവരുടെ എന്താണ് നമ്മുടെ കെമിക്കൽ ഫോർമുലയും കൂടി അറിഞ്ഞു വെച്ചിരിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏതോ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ഈ കോമ്പോസിഷൻ തന്നിട്ടായിരുന്നു തെറ്റിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഇഫക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ആഗോളതാപനത്തിൻ്റെ ഇഫക്റ്റ് ആണ് നോക്കുന്നത്, നമുക്കറിയാം. അപ്പോൾ എന്താണ് നമ്മുടെ ഇഫക്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇഫക്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചറിലുള്ള റൈസ് ആണല്ലേ, ഗ്ലോബൽ ആയിട്ടുള്ള ആവറേജ് ടെമ്പറേച്ചറിലുള്ള റൈസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുമ്പോൾ നമ്മളെന്താണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, ഫ്ലഡുകൾ ഉണ്ടാകും. എങ്ങനെയാണ് ഈ ഫ്ലഡുകൾ ഉണ്ടാകുന്നത് നമുക്കറിയാം അല്ലേ, ഓഷൻ്റെ മുകളിൽ നമ്മുടെ ചൂട് കൂടുന്ന സമയത്ത് അത്രയും കൂടുതലായിട്ട് ബാഷ്പീകരണം നടക്കും അല്ലേ. ആ ബാഷ്പീകരണം നടക്കുന്ന ഈ വെള്ളം എല്ലാം മോളിൽ പോയി കണ്ടൻസ് ചെയ്ത് മേഘമാവില്ലേ, ആ മേഘമാവുന്ന വെള്ളം എല്ലാം കൂടി എന്ത് ചെയ്യും, പിന്നീട് താഴോട്ട് മഴയായിട്ട് വരും. ഈ മഴ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൊറൻഷ്യൽ റെയിൻ ആണല്ലേ. പണ്ടൊക്കെ വളരെ മൈൽഡായിട്ടുള്ള മഴകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം കുറച്ച് സമയം കൊണ്ട് ഒത്തിരി അധികം വെള്ളം വരുന്നു. അതിനെയാണ് നമ്മൾ ടൊറൻഷ്യൽ റെയിൻസ് അല്ലെങ്കിൽ ഫ്ലാഷ് ഫ്ലഡുകൾ എന്ന് പറയുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം കൊണ്ട് ഒത്തിരി അധികം വെള്ളം അങ്ങ് പെയ്തിറങ്ങും. അങ്ങനെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങളെയാണ് നമ്മൾ ഫ്ലാഷ് ഫ്ലഡുകൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയമായിരിക്കും, നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന മുമ്പേ പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്യും, വെള്ളം നിറയും. ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ദുബായിൽ വെള്ളപ്പൊക്കം അല്ലേ,
നമ്മളൊക്കെ എന്താണ്, നമ്മളൊക്കെ കേട്ടിട്ടുള്ള അറേബ്യൻ കൺട്രി എന്ന് പറയുന്നത് മറ്റേന്താണ്, മണലാരണ്യം നിറഞ്ഞ മരുഭൂമികൾ നിറഞ്ഞ എന്താണ് സ്ഥലമായിരുന്നു അല്ലേ. കുറേ നാൾ കഴിയുമ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒക്കെ കൂടി നമ്മുടെ ആഗോളതാപനത്തിൻ്റെ ഇഫക്റ്റ് ഒക്കെ കൂടുമ്പോൾ എന്താണ്, ചിലപ്പോൾ അവിടെയൊക്കെ നിറച്ച് മരങ്ങളും കൃഷിയൊക്കെ ആയിട്ട് ഇവിടെ മുഴുവനൊക്കെ ചിലപ്പോൾ മരുഭൂമിയൊക്കെ ആയി മാറുമായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ തന്നെ ഇഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ടെക്നിക്കലി നമ്മളെന്താണ്, വിൻ്റർ കഴിഞ്ഞ് സമ്മറിലോട്ട് കയറാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. നമ്മൾ സമ്മർ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അനുഭവിക്കുന്ന ചൂട് അല്ലേ. നമ്മൾ യെല്ലോ അലർട്ടിലാണ്. ഇന്നും ഉണ്ടായിരുന്നു ന്യൂസ് അല്ലേ. കേരളത്തിലെ 7 ജില്ലകളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ യെല്ലോ അലർട്ട് പറയുന്നത് അല്ലേ. നമ്മളിതെന്താണ്, മഴ കണ്ടു. മഴയിലെ അലർട്ടുകൾ, റെഡ് അലർട്ടും യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതേ ചൂടിലും വന്നു തുടങ്ങി അല്ലേ. അതെന്താണ്, നമ്മുടെ ഈ ആഗോളതാപനത്തിൻ്റെ ഒരു ഇഫക്റ്റാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ വെള്ളപ്പൊക്കം അല്ലേ. ചിലപ്പോൾ നദികളിലും മറ്റുമൊക്കെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഫ്ലഡുകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ മുൻപേ കേട്ടിട്ടുള്ള റേഞ്ചിലൊക്കെയാണോ ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ്, ന്യൂസൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായി ഇത് കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് ആഗോളതാപനത്തിൻ്റെ ഒരു ഇഫക്റ്റാണ്. ഇനി എന്താണ് മൂന്നാമതായിട്ട് വരുന്നത് എന്താണ്, ഈ കിടക്കുന്ന നമ്മുടെ ഹിമാനികളല്ലേ, ഗ്ലേഷ്യറുകളും അതുപോലെ തന്നെ പർവ്വതങ്ങളിലെ മഞ്ഞുപാളികളും ഒക്കെ എന്ത് ചെയ്യാണ്, ഉരുകിയിട്ട് എന്താണ്, സമുദ്രനിരപ്പിലുണ്ടാകുന്ന ഉയർത്തൽ അല്ലേ. സമുദ്രനിരപ്പിലുണ്ടാകുന്ന ഉയർത്തൽ 2050 കൂടി എന്താണ്, നമ്മുടെ മാൽദീവ്സ് അല്ലേ. മാൽദീവ്സ് എന്താണ്, ഏറെക്കുറെ വെള്ളത്തിൽ മുങ്ങുമെന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ മാൽദീവ്സ് ഒക്കെ ഏറെക്കുറെ മുങ്ങുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, കേരളം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യ ആസ് എ ഹോൾ എടുക്കുമ്പോഴേക്കും അത്രയും എന്താണ് നമുക്ക് ഇഫക്റ്റ് ഉണ്ട്. പക്ഷെ കേരളം നോക്കുന്ന സമയത്ത് നമ്മളൊരു കോസ്റ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണല്ലേ. നമുക്ക് വളരെ ചെറിയൊരു ലാൻഡിൻ്റെ സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2050 കൂടി നമ്മുടെ എന്താണ് സമുദ്രനിരപ്പും ഉയരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, നമ്മളെന്താണ് കുറച്ചൊരു 10 കൊല്ലം മുന്നേ ശംഖുമുഖത്തുണ്ടായിരുന്ന ആ ഒരു കടലിൻ്റെ സമയം ഇതാണോ ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ ഞാനൊക്കെ കൊച്ചിലെ എന്താണ് ശംഖുമുഖത്തൊക്കെ പോകുന്ന സമയത്ത് അവിടെ നല്ല ബീച്ച് ഉണ്ടായിരുന്നു. ആ ഒരു റോഡിൽ നിന്ന് ഒത്തിരി ഇറങ്ങിയാണ് കടലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഒത്തിരി കയറിയാണ്. അത് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പിന്നെ കയറും. അപ്പോൾ എന്താണ്, അതൊക്കെ എന്താണ് നമ്മുടെ ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇഫക്റ്റാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ക്ലൈമറ്റിലുണ്ടാകുന്ന അല്ലെ, കാലാവസ്ഥയിൽ, അതുപോലെ തന്നെ മൺസൂണുകളിൽ നമുക്കറിയാമല്ലേ. നമുക്കിപ്പോൾ കിട്ടുന്ന മഴയിൽ കൂടുതലും എന്താണ്, മൺസൂൺ മഴയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ. നമുക്ക് കൂടുതലും കിട്ടുന്ന മഴ എന്താണ്, മഴകളാണ് അല്ലേ, സൈക്ലോൺ മഴകളാണ്. അപ്പോൾ ഈ മൺസൂണിൻ്റെ സമയത്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു മൺസൂണിലോട്ട് കയറി പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നു. നമ്മളിപ്പോൾ നിങ്ങളുടെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ നമ്മൾ എത്ര സൈക്ലോണുകളെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ എത്ര സൈക്ലോണുകളെ പറ്റിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. CFCയോ, ക്ലോറോ ഫ്ലൂറോ കാർബണോ, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ ഉദ്ദേശിച്ചെന്നൊന്ന് പറയണേ. ഓക്കെ, അപ്പോൾ അല്ലേ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ എത്ര സൈക്ലോണുകളെ പറ്റിയാണല്ലോ ഒരു വർഷത്തിൽ കേൾക്കുന്നത്. ലാസ്റ്റ് 2023 ഏറ്റവും അവസാനം വന്ന മിഗ്ജോം, അതിനു മുന്നേ ഹാമു എന്ന് പറയുന്നത്, അതിനു മുന്നേ എത്ര എണ്ണം അല്ലേ. നമ്മൾ എത്ര സൈക്ലോണുകൾ ഒരു വർഷത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇത്രയും സൈക്ലോണുകൾ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ്, കൂടി വരികയാണ്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഇഫക്റ്റ് എന്താണ്, ഗ്ലോബൽ വാർമിംഗ് ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഈ ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രങ്ങളുടെ ഉപരിതല ടെമ്പറേച്ചറിലെ ഊഷ്മാവ് എന്ന് പറയുന്നത് 27 ഡിഗ്രിയിലും കൂടുതലാകുമ്പോഴാണ്. സമുദ്രങ്ങളുടെ ഉപരിതല ടെമ്പറേച്ചർ അതിലും കൂടുതലാകുന്നുണ്ടല്ലേ ഇത്രയധികം വരുന്നത് നമ്മുടെ ഓക്കെ. അപ്പോൾ അപ്പോൾ അത്രയും അധികം ഇഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ടല്ലേ. ഈ ആഗോളതാപനത്തിൻ്റെ ഇഫക്റ്റുകൾ ഇത്രയധികം നമുക്ക്
കൂടുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഈ ആഗോളതാപനം കൊണ്ടുള്ള ഇഫക്റ്റുകൾ ഇത്രയധികം കൂടുന്നു എന്നുള്ള കാര്യം എന്താണ്, വളരെ നേരത്തെ തന്നെ ലോകരാഷ്ട്രങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ നേരത്തെ എന്ന് പറയുമ്പോൾ 1990-കളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ലോകരാഷ്ട്രങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരം ഇഫക്റ്റുകൾ അല്ലേ, നമുക്ക് ഈ ഇത്തരം നമ്മുടെ ഇൻഡസ്ട്രീസ് കൂടിയത് കൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ഇത്തരം ഇഫക്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 1992 തന്നെ നമ്മുടെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോകരാഷ്ട്രങ്ങളെല്ലാവരും കൂടെ കൂട്ടി ഒരു സമ്മിറ്റ്, ഒരു കോൺഫറൻസ് പോലെ ഒരു കാര്യം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമ്മിറ്റിനാണ് 1992 നടന്ന ആ സമ്മിറ്റിനാണ് നമ്മൾ എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത്. റിയോ ഡി ജനീറോയിലായിരുന്നു 1992 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു കൺവെൻഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺവെൻഷന്റെ ഫലമായിട്ട് വളരെയധികം സമ്മിറ്റിന്റെ ഫലമായിട്ട് ഒത്തിരി അധികം കൺവെൻഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാനും ഒക്കെയുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺവെൻഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഏത്, UNFCC, UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതാണ് എന്ത്, UNFCCC എന്ന് പറയുന്നത്. 1992 റിയോ ഡി ജനീറോയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്ന എർത്ത് സമ്മിറ്റിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ശരിക്കും ഈ ഒരു നമ്മുടെ UNFCCC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1994 എന്ത് ചെയ്തത്, നമ്മുടെ ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിലവിൽ വന്നത്. നിലവിൽ വന്നതെന്ന് പറയുന്നത് 1994 ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, ജർമ്മനിയിലെ ബോണിലാണ് നമ്മുടെ UNFCCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 141 രാജ്യങ്ങൾ അന്ന് അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ കൺട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട്, UNFCCCനെ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഇതിലൊരു മെമ്പർ കൺട്രിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഇതിലൊരു പാർട്ടിയാണ്. ഈ ഒരു കൺവെൻഷനിലെ ഒരു പാർട്ടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആഗോളതാപനത്തിനെ കുറയ്ക്കാൻ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്നിട്ടുള്ള എർത്ത് സമ്മിറ്റ്, അല്ലെങ്കിൽ നമ്മളിതിനെ മദർ സമ്മിറ്റ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എർത്ത് സമ്മിറ്റിനെ പറയാറുണ്ട്. ഈ എർത്ത് സമ്മിറ്റിൽ വെച്ച് രൂപം കൊണ്ട ഒരു കൺവെൻഷൻ, ഒരു ഫ്രെയിംവർക്ക് ആണ് ഏത്, UNFCCC എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവനെ അറിയപ്പെടുന്നത്. ഇവർ 92 ഫോം ചെയ്തുവെങ്കിലും നിലവിൽ വന്നത് 1994 എന്ത് ചെയ്യുന്നത്, ഇവർ നിലവിൽ വന്നു. അപ്പോൾ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ലോകത്ത് ആഗോളതലത്തിൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ഒക്കെ എടുക്കുന്നതെന്ന് പറയുന്നത് UNFCCC ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പ്രധാനമായിട്ടും കൊണ്ടുവന്ന ഒരു പ്രോട്ടോക്കോളാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ക്യോട്ടോ പ്രോട്ടോക്കോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വർഷാവർഷം ഈ UNFCCC എന്ന് പറയുന്നത് വർഷാവർഷം, ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള UNFCBD എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ അധികം ഇതുപോലത്തെ കുറേ അധികം ഫ്രെയിംവർക്ക്സ് ഉണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റീനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത്, മൃഗങ്ങളെ പരിപാലിക്കാൻ, ഇങ്ങനെയുള്ള ഒത്തിരി അധികം ഡെസർട്ടിഫിക്കേഷൻ തടയാൻ വേണ്ടിയിട്ടുള്ളത്, ഇങ്ങനെ ഒരുപാടധികം എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രെയിംവർക്കുകൾ അന്ന് ആ 92 കൺവെൻഷന് ശേഷം ഉണ്ടായി വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടതാണ് UNFCCC എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജർമ്മനിയിലാണ്, ബോണിലാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ വർഷവും നവംബറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ UNFCCC എന്ന് പറയുന്ന ആൾക്കാർ ഇതിലെ മെമ്പർ കൺട്രീസ് എല്ലാം കൂടെ കൂടിയിരുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇങ്ങനെ കൂടിയിരിക്കുന്ന ആ ഒരു മീറ്റിങ്ങിന്, എല്ലാ വർഷവും നവംബറിൽ ഇവർ കൂടിയിരിക്കുന്ന ആ ഒരു മീറ്റിങ്ങിന് പറയുന്ന പേരാണ് കോൺഫറൻസ് ഓഫ് പാർട്ടി, അല്ലെങ്കിൽ COP എന്ന് പറയും.
കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അല്ലെങ്കിൽ COP എന്ന് പറയും. ഇനി ഞാൻ എന്ത് ചെയ്യും, അങ്ങോട്ട് പറയുമ്പോഴേക്കും അത് നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോളിനെ പറ്റിയും അല്ലെങ്കിൽ മരാക്കേഷ് അക്കോർഡിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ COP എന്നായിരിക്കും പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺഫറൻസ് ഓഫ് പാർട്ടി എന്താണെന്ന് ആദ്യമേ പറഞ്ഞത്. ഇവരുടെ എന്താണ്, ഓരോ വർഷവും എല്ലാ വർഷവും നവംബറിൽ എന്ത് ചെയ്യും, ഇവർ അവരുടെ സമ്മിറ്റ് കൂടും. ഇവരെന്ത് ചെയ്യും, ഒരുമിച്ചിരുന്ന് മീറ്റിംഗ് എടുത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അതിനെയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് 2023 എത്രാമതാണ് കൺവെൻഷൻ കഴിഞ്ഞത് അല്ലെങ്കിൽ സമ്മിറ്റ് കഴിഞ്ഞത്? 2023 COP എത്രയായിരുന്നു, നമ്പർ എത്രയായിരുന്നു, അതുപോലെ തന്നെ എവിടെ വെച്ചായിരുന്നു? 2023 COP നവംബറിലാണ് കഴിഞ്ഞത്. അപ്പോൾ എന്താണ്, ന്യൂസിലുണ്ടായിരുന്നു. എവിടെയായിരുന്നു, എവിടെ വച്ചിട്ടായിരുന്നു, എത്രാമതാണ് കഴിഞ്ഞത്? COP എന്ന് പറയാം. COP നമ്മുടെ UNFCCCയുടെ 2023 കോൺഫറൻസ് ഓഫ് പാർട്ടി എവിടെ വെച്ചിട്ടായിരുന്നു അവർ കൺവെൻഷൻ നടത്തിയത്? എത്രാമത്തെ ആയിരുന്നു? അറിയായിരിക്കും, എല്ലാവർക്കും അറിയാം. എത്രാമത്തെ ആയിരുന്നു? ഓക്കെ, COP 28 ആണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞത്. ലാസ്റ്റ് 2023 നവംബറിൽ കഴിഞ്ഞ COP 28 ആയിരുന്നു. ദുബായിൽ വെച്ചിട്ട് UAE ദുബായിൽ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്തത്, നമ്മുടെ COP 28 നടന്നത്. ഇനി COP 29 COP 29 എന്ന് പറയുന്നത് 2024 ഇനി നവംബറിൽ വരാൻ പോകുന്നത് അസർബൈജാനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, COP 29 വരാൻ പോകുന്നത്. അതിന് മുന്നേ COP 27 എവിടെയായിരുന്നു? COP 27 ഈജിപ്തിൽ വെച്ചിട്ടായിരുന്നേ. 27th സെഷൻ നടന്നത് ഈജിപ്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 27ന്റെ കാര്യം ഒരുപാട് PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 29 ദുബായിലാണ്, UAE-ലാണ്. 28 ദുബായിലാണ്, UAE-ലാണ്. 29 വരുന്ന അസർബൈജാനിലാണ്. ഇനി വരാൻ പോകുന്നത് അസർബൈജാനിലാണ്. 26 നടന്നത് സ്കോട്ട്ലൻഡിലാണ്, ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലാണ് 26th നടന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. കോൺഫറൻസ് ഓഫ് പാർട്ടി പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ്, ക്യോട്ടോ പ്രോട്ടോക്കോൾ അല്ലെ, ആഗോളതാപനത്തെ തടയാൻ വേണ്ടിയിട്ട് അല്ലെ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ UNFCCC കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോട്ടോക്കോളാണ് ഏത്, ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. 1997 നമ്മുടെ ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മീറ്റിങ്ങിൽ അവർ കൂടുന്നത്. അത് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ആ ഒരു COP കൂടുന്നത് എവിടെയാണ്, നമ്മുടെ ക്യോട്ടോയിൽ വെച്ചിട്ടാണ് 1997 അവരെന്ത് ചെയ്യുന്നത്, ആ ഒരു കൺവെൻഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കൺവെൻഷനിൽ വെച്ചിട്ട് അവർ ഈ തീരുമാനം എടുത്തത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു പ്രോട്ടോക്കോളിന് അന്ന് നിലവിൽ വന്നിട്ടില്ല. അത് പിന്നെ എന്താണ് 2005 എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. 2005 നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോൾ നിലവിൽ വരുന്നത്. അപ്പം അന്ന് തീരുമാനമെടുത്തത് കൊണ്ടാണ്, ആ ക്യോട്ടോ സെഷനിൽ വെച്ച് തീരുമാനമെടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോട്ടോക്കോളിനെ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇനി ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, എന്തിനായിരുന്നു ക്യോട്ടോ പ്രോട്ടോക്കോൾ വന്നിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ എന്താണ് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം ടാർഗറ്റ്സ് എന്ത് ചെയ്തു, ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോൾ വഴി എന്ത് ചെയ്തു, രാജ്യങ്ങൾക്ക് കൊടുത്തു. പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1997 നിലവിൽ വന്നു. 1997 ആണ് എന്ത് ചെയ്യുന്നത്, ക്യോട്ടോ പ്രോട്ടോക്കോൾ വരുന്ന തീരുമാനമെടുക്കുന്നത് 97 2005 നിലവിൽ വന്നു. ഇനി പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ നമ്മുടെ ഈ ലോക രാജ്യങ്ങളെ ഇവർ പ്രധാനമായിട്ടും 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ അതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളെ അവരെന്താണ് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇനി അവരതിൽ ചെയ്ത കാര്യം എന്തായിരുന്നു, നമ്മുടെ ലോകരാഷ്ട്രങ്ങളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു. അതിനെന്താണ്,
അനെക്സ് 1 കൺട്രീസ് എന്നും നോൺ അനെക്സ് കൺട്രീസ് എന്നുമാണ് എന്ത് ചെയ്യുന്നത് അവർ ആ രാജ്യങ്ങളെ വിളിച്ചത്. ഇതിൽ ഇന്ത്യ എന്ന് വരുന്നത് നമ്മുടെ എന്താണ് നോൺ അനെക്സ് കൺട്രീസിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയൊക്കെ അന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അനെക്സ് 1 കൺട്രീസ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ പോലുള്ള നമ്മുടെ US പോലുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ അനെക്സ് 1 കൺട്രീസ് എന്ന് പറയുന്നത്. നോൺ അനെക്സ് കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസും അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വികസ്വര രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും നോൺ അനെക്സ് പാർട്ടീസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം എന്താണ് എല്ലാ തരത്തിലുള്ള ബൈൻഡിങ് ആയിട്ടുള്ള നിർബന്ധമായും ചെയ്തിരിക്കണം എന്ന് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഈ അനെക്സ് 1 പാർട്ടീസിനാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ ഈ എമിഷൻസ് കുറയ്ക്കുക, ഇപ്പോൾ ഈ ലോകരാജ്യങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന അവരുടെ GDPയിലെ ഗ്രോത്ത് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ സമയത്ത് അവരുടെ എമിഷൻസ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ അതും പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രമായി വരുമ്പോൾ അവരുടെ വളർച്ചയെ അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇവരുടെ വളർച്ചയെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടി അല്ലെ ഇത്തരം ഈ ഒരു പ്രോട്ടോകോൾ നിലവിൽ വന്നതുകൊണ്ട് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത 3 മെക്കാനിസംസ് ആണ് എമിഷൻ ട്രേഡിങ്, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ആൻഡ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങൾ. അപ്പം എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ പറഞ്ഞു. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ചിട്ട് UNFCCCയുടെ മീറ്റിംഗ് നടക്കുന്നു. അവിടെ വെച്ചിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ തീരുമാനങ്ങളെടുത്ത് കുറേ ടാർഗറ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്ത കാര്യം എന്തായിരുന്നു? ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ പ്രധാനമായിട്ട് രാജ്യങ്ങളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചു. അനെക്സ് 1 പാർട്ടീസ് എന്നും നോൺ അനെക്സ് പാർട്ടീസ് എന്നും. ഈ അനെക്സ് 1 പാർട്ടീസിൽ പ്രധാനമായും പെടുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായിരുന്നു ബൈൻഡിങ് ആയിരുന്നു. ഇവർക്ക് ഈ കൊടുക്കുന്ന എമിഷൻ ടാർഗറ്റ്സ്, ഈ റെഡ്യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ടാർഗറ്റ്സ് എല്ലാം എന്തായിരുന്നു ബൈൻഡിങ് ആയിരുന്നു. അവരത് ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഇങ്ങനെ ബൈൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ് അവർക്കൊരു ഫ്ലെക്സിബിലിറ്റി വേണം അല്ലേ. അങ്ങനെ കൊടുത്താൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് ആയിരുന്നു എന്ത് എമിഷൻ ട്രേഡിങ്, ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ എന്താണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ ഞാൻ പറഞ്ഞു 97 ഈ സമ്മിറ്റ് നടന്നതെന്നുണ്ടെങ്കിലും 2005 എന്ത് ചെയ്തത് നിലവിൽ വന്നത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. 2005 എന്ത് ചെയ്തത് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത്. അതിൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 2008 മുതൽ 2012 വരെ ആയിരുന്നു. അപ്പോൾ 2008 മുതൽ 2012 വരെ ആയിരുന്നു നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ക്യോട്ടോ പ്രോട്ടോകോളിൽ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡിൽ രാജ്യങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്? അവർ പ്രധാനമായിട്ടും പറഞ്ഞത് എന്താണ് ഡെവലപ്ഡ് കൺട്രീസിനോടാണ് പറഞ്ഞത്. എന്താണ് അവരുടെ എമിഷൻസ്, അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ എമിഷൻസ് ഒക്കെ എന്ത് ചെയ്യണം 1990കളിലെ എമിഷൻ ലെവലിൽ നിന്ന് 5% വരെ എന്ത് ചെയ്യുക കുറയ്ക്കുക എന്നുള്ളതായിരുന്നു എന്ത് ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോളിൽ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ക്യോട്ടോ പ്രോട്ടോകോളിനെ പറ്റിയാണ്. അപ്പോൾ അവരുടെ എന്താണ് ആദ്യത്തെ കമ്മിറ്റ്മെൻറ്റ് പീരീഡ്, ഫസ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് ഒരു കമ്മിറ്റ്മെൻറ്റ് പീരീഡ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ് ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 2008 മുതൽ 2012 വരെ ആയിരുന്നു. പ്രധാനപ്പെട്ട എന്താണ് കാര്യം പറഞ്ഞത്? എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ കൺട്രീസിനോട് ആവശ്യപ്പെട്ടത്? എമിഷൻസ് അല്ലേ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് എന്ത് ചെയ്യുക 1990കളിലെ ലെവലുകളിൽ നിന്നും 5% വരെ കുറയ്ക്കുക, 5% വരെ കുറയ്ക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്തത് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ പ്രകാരം ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡിൽ എന്ത് ചെയ്തത് കൊടുത്ത എന്താണ് ഒരു പ്രധാനപ്പെട്ട അവർക്ക് കൊടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞത്. ഇനി എങ്ങനെ കുറയ്ക്കണം അല്ലെങ്കിൽ ക്യോട്ടോ പ്രോട്ടോകോളിന് ഇപ്പോൾ എന്താണ് നമ്മളൊരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ. നമ്മളെന്താണ് ഒരു ബില്ലിനെ എന്താണ് നമ്മുടെ പാർലമെൻറ്റ് കൂടിയിരുന്ന് ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ് ഒക്കെ കഴിഞ്ഞ് എന്താണ് ഓരോ കമ്മിറ്റികൾ പഠിക്കാനൊക്കെ വിട്ട് അതെല്ലാം എന്താണ് പാസ്സാക്കി തിരിച്ചു വന്ന് ആദ്യം എന്താണ് ലോക്സഭയിലാണ് പാസ്സാക്കുന്നതെങ്കിൽ അവിടെ പാസ്സാക്കപ്പെടുന്നു. അതിനുശേഷം രാജ്യസഭയിലാണ് പാസ്സാക്കുന്നതെങ്കിൽ അങ്ങനെ അത് പാസ്സാക്കപ്പെടുന്നു. അതിനുശേഷം എന്താണ് പ്രസിഡന്റ് ഒപ്പ് വയ്ക്കുന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അതൊരു ഒരു ആക്റ്റായിട്ട് മാറുന്നത് അല്ലേ. ഇനി ആക്റ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു ഡെലിഗേറ്റഡ് എന്താണ് ലെജിസ്ലേഷൻ ഉണ്ടല്ലോ. എന്താണ് ഈ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാമല്ലേ, നമുക്ക് ഈ പാർലമെന്റ് പാസ്സാക്കി വിടുന്ന എല്ലാ ആക്റ്റുകളും അവരാണോ ഇതിനകത്തിരുന്ന് നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ഉണ്ടാക്കുന്നത്? അത് ശരിക്കും ഒരു ഫ്രെയിം വർക്ക് ആണല്ലേ. ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഫ്രെയിം വർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ
പാസ്സാക്കി വിടുന്ന ആക്റ്റുകളിലുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴാണ്? അത് പിന്നീട് ബ്യൂറോക്രാറ്റുകളാണല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്യൂറോക്രാറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ആരുടെ പണിയായിരുന്നു? പാർലമെൻറ്റിൻ്റെ പണിയായിരുന്നു. പക്ഷേ അവർക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആ പണി എന്ത് ചെയ്യുകയാണ്? ബ്യൂറോക്രാറ്റുകൾ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്, അതൊക്കെ നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, വിട്ടേക്ക്. അപ്പോൾ എന്താണ്, അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ക്യോട്ടോ പ്രോട്ടോക്കോൾ 2005 നിലവിൽ വരാൻ വേണ്ടിയിട്ട് അതിന് കുറേ എന്ത് ചെയ്യണം? റൂൾസ് വേണം, അല്ലെ? അതിന് കുറേ അധികം റൂൾസ് വേണം. ആ റൂൾസ് ഉണ്ടാക്കപ്പെടുന്നത്, ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ റൂൾസ് ഉണ്ടാക്കപ്പെടുന്നത് എന്താണ്, 2001 അതെന്താ, എവിടെ വെച്ച് നടന്നിട്ടുള്ള? മരാക്കേഷ്, മൊറോക്കോയിലെ മരാക്കേഷ് നടന്നിട്ടുള്ള ഒരു എന്താണ്, കോൺഫറൻസ് ഓഫ് പാർട്ടിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു റൂൾസ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ക്യോട്ടോ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട ഈ ഒരു സീരീസ് ഓഫ് ഡിസിഷൻസിന് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സിന് പറയുന്ന പേരാണ് മരാക്കേഷ് അക്കോർഡ്സ്. മരാക്കേഷ് അക്കോർഡ്സ്. അപ്പോൾ എന്താണ്, ആദ്യം 97 ക്യോട്ടോയിൽ വച്ച് സമ്മിറ്റ്, 2005 നിലവിൽ വന്നു. ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് 2008 മുതൽ 2012 വരെ. ഇനി ഈ ക്യോട്ടോ 2005 നിലവിൽ വന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റൂൾസ് വേണം. അതിനെന്താണ്, 2001 മരാക്കേഷ്, നമ്മുടെ മൊറോക്കോയിലെ മരാക്കേഷിൽ വച്ച് എന്ത് ചെയ്തു? കുറേ റൂൾസ് ഉണ്ടാക്കി. അതിനെ പറയുന്ന പേര് മരാക്കേഷ് അക്കോർഡ്സ്. COP7 ആണേ, COP7 വെച്ചിട്ട്. ഓക്കെ, COP7 വെച്ചിട്ട് എന്ത് ചെയ്തു? കുറേ റൂൾസ് ഉണ്ടാക്കി. അതിനാണ് മരാക്കേഷ് അക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു എന്താണ്, 2 പാർട്ടീസാക്കി മാറ്റി. അനെക്സ് 1 കൺട്രീസ് എന്നും നോൺ അനെക്സ് കൺട്രീസ് എന്നും. കൂടുതലായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ റിഡക്ഷൻസും അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എമിഷൻസ് എല്ലാം കുറയ്ക്കാൻ പറഞ്ഞത് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അനെക്സ് 1 കൺട്രീസിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് 3 ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് കൊടുത്തു. ഫസ്റ്റ് വൺ എമിഷൻ ട്രേഡിംഗ്, രണ്ടാമത്തെ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം, മൂന്നാമത്തെ ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇനി എന്താണ് അവരെന്ന് നമുക്ക് നോക്കാം. ഈ എമിഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ഡെവലപ്ഡ് കൺട്രി ആണെന്നിരിക്കട്ടെ, ആര്യ ഒരു ഡെവലപ്ഡ് കൺട്രിയാണ്. ഇനി എന്താണ്, നമുക്ക് നവ്യയെ പിടിക്കാം. നവ്യ എവിടെ? നവ്യ വേറൊരു ഡെവലപ്ഡ് കൺട്രിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോൾ വഴി നമ്മളെടുത്ത് പറയുകയാണ് എന്താണ്, 10 യൂണിറ്റ് CO2 കുറയ്ക്കുക ഓരോ വർഷത്തിലും. 10 യൂണിറ്റ് CO2 കുറയ്ക്കുക എന്നാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓരോ വർഷത്തിലും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇരുന്ന് എന്താണ് എല്ലാം കൺട്രോൾ ചെയ്ത്, എമിഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, 10 എന്ന് പറയുന്ന 15 യൂണിറ്റ് എന്ത് ചെയ്തു, കുറച്ചു. ഞാൻ എന്ത് ചെയ്തു, 15 യൂണിറ്റ് കുറച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ 5 യൂണിറ്റ് ഇല്ലേ, ആ 5 യൂണിറ്റ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നവ്യ എടുത്ത് 10 യൂണിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് നവ്യക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, 10 യൂണിറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ നവ്യ എന്ത് ചെയ്തു, ഒരു 5 യൂണിറ്റാണ് എന്ത് ചെയ്തത്, നവ്യയ്ക്ക് കുറയ്ക്കാൻ പറ്റിയത്. അപ്പോൾ എന്ത് ചെയ്യാണ്, നവ്യ എൻ്റെ അടുത്ത് വന്നു, ഓക്കെ നിങ്ങളുടെ കയ്യിൽ ഒരു 5, ആര്യയുടെ കയ്യിൽ ഒരു 5 യൂണിറ്റ് എക്സ്ട്രാ ഇല്ലേ, അതിൽ ആ ഒരു 5 യൂണിറ്റ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇരുന്ന് പറയുകയാണ്, അപ്പം എനിക്ക് ചുമ്മാ കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയണില്ല. അപ്പോൾ ഓരോ യൂണിറ്റിനും എനിക്ക് ഇത്ര. അപ്പോൾ നമ്മൾ രണ്ടൊരു യൂറോപ്യൻ യൂണിയനിലെ 2 കൺട്രീസ് ആണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളെന്താണ്, യൂറോപ്യൻ യൂണിയനിൽ 2 കൺട്രീസ്, ചുമ്മാ പറയുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇത്ര യൂറോ തരണം, എനിക്ക് ഇത്ര യൂറോ തന്നാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ആ യൂണിറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, നവ്യ തരാൻ തയ്യാറായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എക്സ്ട്രാ കുറച്ച ഈ ഒരു 5 യൂണിറ്റ് ഞാൻ എന്ത് ചെയ്തു, നവ്യയ്ക്ക് ഞാൻ വിറ്റു. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, 2 അനെക്സ് 1 പാർട്ടീസിൻ്റെ അല്ലെങ്കിൽ 2 ഡെവലപ്ഡ് നേഷൻസിൻ്റെ ഇടയിൽ എന്താണ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രേഡിംഗ് നടത്താൻ പറ്റും. എക്സ്ട്രാ കുറച്ച് ആൾക്കാർക്ക് എന്താണ്, ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാർബൺ യൂണിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. അവർക്ക് എന്ത് ചെയ്യാം, വിൽക്കാനും വാങ്ങാനും കഴിയും. ഈ ഒരു മെക്കാനിസത്തിനെയാണ് എന്ത് പറയുന്നത്, എമിഷൻ ട്രേഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. എമിഷൻ ട്രേഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഇതാണ്. ഇതിലൊരു കാര്യമുള്ളത് എന്താണ്, അനെക്സ് 1 പാർട്ടീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഇടയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു എമിഷൻ ട്രേഡിംഗ് നടത്താൻ പറ്റുള്ളൂ. ഇത് ഒന്നാമത്തെ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം. ഇനി രണ്ടാമത്തെ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം എന്താണ്, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം, CDM അല്ലെങ്കിൽ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, നമുക്ക് എന്താണ്, ഇപ്പോൾ അനെക്സ് 1 പാർട്ടീസ് എല്ലാം എന്ത് ചെയ്യണമെന്നില്ല, ഒരുപാടധികം എന്താണ്, അവർക്ക് ഒത്തിരി അധികം കുറയ്ക്കാൻ പറ്റണമെന്നില്ല, അവരുടെ എന്താണ് ഒരു ഡെവലപ്മെൻറ്റിനേക്ക് അത് ബാധിക്കാം. അപ്പോൾ എനിക്കെന്താണ്, അപ്പോൾ ഞാനൊരു അനെക്സ് 1 പാർട്ടിയാണല്ലോ, അപ്പോൾ എനിക്ക് എന്താണ്, എൻ്റെ ടാർഗറ്റ് 10 യൂണിറ്റ് കുറയ്ക്കാനാണ്. അപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചിട്ടും 10 യൂണിറ്റ് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഡെവലപ്പിംഗ് കൺട്രിയിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്,
ഏതെങ്കിലും എന്താണ് ഇത്തരം എമിഷൻ റിഡക്ഷൻ ആയിട്ടുള്ള, ഇപ്പം ഞാൻ എന്താണ് സോളാർ പ്ലാന്റുകൾ അല്ലേ, സോളാർ പ്ലാന്റുകൾ എനിക്ക് സ്ഥാപിക്കാൻ പറ്റും. അത് ലാർജ് സ്കെയിലിൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് സ്ഥാപിക്കാൻ പറ്റും. അവിടെ എന്താണ് എമിഷൻ റിഡക്ഷൻ ആണ് അല്ലേ. ഈ ഫോസിൽ ഫ്യൂലൊക്കെ യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം ഞാൻ എന്താണ് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ പോയിട്ട് എന്ത് ചെയ്യും, കുറേ അധികം സോളാർ പ്ലാന്റ്സ് വെക്കാനുള്ള എന്താണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എന്ത് ചെയ്യും, കാർബൺ എമിഷൻ കുറയില്ലേ. ആ ഒരു പർട്ടിക്കുലർ കൺട്രിയിൽ എന്ത് ചെയ്യും, കാർബൺ എമിഷൻ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കുറയ്ക്കുന്ന ആ ഒരു കാർബൺ എമിഷൻ അല്ലെങ്കിൽ ആ റിഡക്ഷനെ എനിക്ക് ക്രെഡിറ്റുകളുടെ രൂപത്തിൽ കിട്ടും. അതിനെയാണ് സർട്ടിഫൈഡ് എമിഷൻ റിഡക്ഷൻസ്. ഈ പേരുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓർത്തൊന്നും വെച്ചിരിക്കേണ്ട, ചോദിക്കൂല. ഈ നമ്മളെന്ന് ചോദിക്കാൻ പ്രധാനപ്പെട്ട സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ എമിഷൻ ട്രേഡിങ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്താണ്, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്താണ്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം പറയുന്നത് എന്താണ്, ഒരു അനക്സ് 1 പാർട്ടിക്ക് ഒരു നോൺ അനക്സ് പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ പോയിട്ട് എന്ത് ചെയ്യാം, അവരുടെ എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ എമിഷൻ ടാർഗറ്റുകളിൽ എന്ത് ചെയ്യും, അത് കൗണ്ട് ചെയ്യപ്പെടും. അതിനെയാണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. മൂന്നാമതായി വരുന്നതാണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. അവിടെ എന്താണ് പറയുന്നത്, രണ്ട് അനക്സ് 1 പാർട്ടീസിന് എന്ത് ചെയ്യാൻ പറ്റും, ചേർന്നുകൊണ്ട് അവർക്ക് ജോയിൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു അനക്സ് 1 പാർട്ടിയിൽ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ അവിടെ എന്താണ് ഒരു ഡെവലപ്പിംഗ് കൺട്രി അല്ല വരുന്നത്, വേറൊരു അനക്സ് 1 അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടാർഗറ്റുകളെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം ആണ് എന്ത് ചെയ്തത്, നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഉണ്ടായിരുന്നത്. എന്തിനാണ്, അനക്സ് 1 പാർട്ടീസിന് അവരുടെ എന്താണ് എമിഷൻ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. കാര്യം എന്താണ്, കൂടുതലായിട്ടുള്ള ഈ എമിഷൻ റിഡക്ഷൻ്റെ കൂടുതൽ ഭാരവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ അനക്സ് 1 പാർട്ടീസിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻസിലാണ് ഉണ്ടായിരുന്നത്. അവരുടെ തലയിലായിരുന്നു ഫുൾ ഇരുന്നത്. അതുകൊണ്ട് അവരുടെ എന്താണ് ആ ഒരു മൊത്തത്തിലുള്ള ഇറുകിയ അവസ്ഥയെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഉണ്ടായിരുന്ന എന്താണ് കുറച്ച് ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം ആയിരുന്നു എമിഷൻ ട്രേഡിംഗ്, ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ. മനസ്സിലായോ? ഈ 3 കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ 3 കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? എന്താണ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, എന്താണ് ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, എന്താണ് എമിഷൻ ട്രേഡിംഗ്? 3 കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ എന്താണ് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പീരീഡ് എന്ത് ചെയ്യാണ്, 2012 അവസാനിക്കുകയാണ്. 2012 അവസാനിച്ചു. അപ്പോൾ എന്ത് ചെയ്യണം, 2012 അവസാനിച്ചു. നമുക്ക് ക്യോട്ടോ പ്രോട്ടോകോൾ അതുവഴി അവസാനിപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ എന്താണ് 2012 ആയ സമയത്തേക്ക് 2012 ആയപ്പോഴേക്കും ടോട്ടൽ എമിഷൻ എന്താണ് 5% കുറഞ്ഞു 90കളുടെ ലെവലിൽ നിന്നും? ഇല്ല, കുറഞ്ഞില്ല. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ എന്ത് ചെയ്യാണ്, COP 18 COP 18 വെച്ച് COP 18 എവിടെ വെച്ച് നടന്നിട്ടുള്ള COP 18 എവിടെ വെച്ചാണ് COP 18 നടന്നത്? ദോഹയിൽ അല്ലേ, ഖത്തറിലെ ദോഹയിൽ 2012 നടന്നിട്ടുള്ള ഈ ഒരു ദോഹയിൽ വെച്ചിട്ടുള്ള നടന്നിട്ടുള്ള ഈ ഒരു COPയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോളിൽ എന്താണ് സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ് കൊണ്ടുവരാണ്. 2013 മുതൽ 2020 വരെയാണ്. 2013 മുതൽ 2020 വരെയാണ് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ സെക്കൻഡ് കമ്മിറ്റ്മെന്റ് പീരീഡ്. എവിടെ തീരുമാനിച്ചു? 2012 നമ്മുടെ ദോഹയിൽ വെച്ച് നടന്നിട്ടുണ്ട്. COP 18 വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ് എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. എന്നാൽ ഈ രണ്ടാമത്തെ കമ്മിറ്റ്മെന്റ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, പാരീസ് ഉടമ്പടി വന്നു, അല്ലെങ്കിൽ പാരീസ് എഗ്രിമെന്റ് വന്നു. അപ്പൊ എന്താണ് പാരീസ് എഗ്രിമെന്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. എന്താണ് പാരീസ് എഗ്രിമെന്റ് എന്നാണ് നോക്കാൻ പോകുന്നത്.
അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിന് എന്താണ് ഒത്തിരി അധികം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഈ അതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു, കൂടുതലായിട്ടുള്ള അല്ലേ എല്ലാ കാര്യങ്ങളും എന്താണ് കൂടുതലായിട്ടും അതിൻ്റെ ഇഫക്റ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പാവപ്പെട്ട എന്താണ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ മണ്ടയിലായിരുന്നു. അവർ കൂടുതലായിട്ട് എമിഷൻസ് കുറയ്ക്കണം, എല്ലാ തരത്തിലുള്ള എന്താണ് ഈ ടാർഗറ്റ്സും മറ്റുമൊക്കെ കൂടുതലായിട്ട് അവരുടെ തലയിൽ മാത്രം. അപ്പോൾ ഇത് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഇടയിൽ എന്താണ് കുറച്ച് കൂടുതലായിട്ട് എന്താണ് ഒരു 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 മൊത്തത്തിലൊരു അലോസരം ഉണ്ടാക്കി. കാരണം എന്താണ്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെവലപ്ഡ് കൺട്രീസിനെ കഴിഞ്ഞും കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡും മറ്റുമൊക്കെ എമിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആരാണ്, ചൈനയും ഇന്ത്യയൊക്കെ പോലുള്ള എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസ് ആയിരുന്നു. എന്നാൽ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ക്യോട്ടോ പ്രോട്ടോക്കോൾ പ്രകാരം അധികം ഒന്നും എന്ത് ചെയ്യേണ്ട, എമിഷൻസിൽ റിഡക്ഷൻസ് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെന്ത് ചെയ്തു, അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട്, അപ്പോൾ ഇതിൽ നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഉണ്ടായിട്ടുള്ള അപാകതകളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് 2015 COP21 ഫ്രാൻസിലെ നമ്മുടെ പാരീസിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന COP21 വെച്ചിട്ട് നമ്മുടെ എന്താണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എഗ്രിമെൻ്റ് ആണ് ഇത് പാരീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പാരീസ് എഗ്രിമെൻ്റ് എന്നാണ് നിലവിൽ വന്നത്, 2016 2015 കൂടി മീറ്റിങ്ങിൽ എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞു, എഗ്രിമെൻറ്റ് പ്രസൻ്റായി, അതെന്ത് ചെയ്തു, അംഗീകരിച്ചു. അതിനുശേഷം 2016 എന്ത് ചെയ്യാണ്, പാരീസ് എഗ്രിമെൻറ്റ് നിലവിൽ വരികയാണ്. നമുക്കറിയാം 2016 നിലവിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡാണ് 2013 മുതൽ 2020 വരെ. അപ്പോൾ എന്താണ് 2016 ആയപ്പോഴേക്കും എന്താണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ പോയി, പകരം എൻ്റർ ചെയ്ത ആളാണ് ഏത്, നമ്മുടെ പാരീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. പാരീസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, ഈ പാരീസ് എഗ്രിമെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അവരെന്ത് ചെയ്യുന്നില്ല, ഒരു രാജ്യത്തോടും നിങ്ങൾ ഇത്രയും കുറയ്ക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും എമിഷൻ റിഡക്ഷൻസ് കൊണ്ടുവരണം എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ പാരീസ് എഗ്രിമെൻറ്റ് പറയുന്നില്ല. പാരീസ് എഗ്രിമെൻറ്റ് പറഞ്ഞ കാര്യം എന്താണ്, എല്ലാ രാജ്യങ്ങൾക്കും, അത് ഡെവലപ്ഡ് കൺട്രി ആയിക്കോട്ടെ ഡെവലപ്പിംഗ് കൺട്രി ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും എന്ത് ചെയ്യാം, അവർക്ക് അവനവന് എന്തു ചെയ്യാൻ കഴിയും എന്നെന്ത് ചെയ്യാം, അവനവന് തീരുമാനിക്കാം എന്നെന്ത് ചെയ്തു പറഞ്ഞു. അപ്പം അങ്ങനെ പാരീസ് എഗ്രിമെൻറ്റ് പറഞ്ഞ തീരുമാനത്തെ പറയുന്ന പേരാണ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ NDC. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ്, NDC ടാർഗറ്റുകൾ എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു രാജ്യങ്ങൾക്കും ബൈൻഡിങ് ആയിട്ടുള്ള എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ് ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ പാരീസ് ഉടമ്പടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവനവൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, അവനവന് തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ ഈ NDCs എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ എന്താണ് 2022 ആയപ്പോഴേക്കും നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യയുടെ NDC ടാർഗറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്തായിരുന്നു, അന്ന് എന്തായാലും 2005 അത് നിലവിൽ വരുമ്പോൾ ഉള്ള എമിഷൻസ് അല്ലേ, കാർബൺ എമിഷൻസ് എന്ത് ചെയ്യുക, 1990 എമിഷൻ ലെവലിൽ നിന്നും 5% കുറയ്ക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പാരീസ് എഗ്രിമെൻറ്റ് ടാർഗറ്റ് എന്തായിരുന്നു, പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ഒക്കെ വന്ന് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയതിന് മുൻപ്, അതായത് പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ എത്രയായിരുന്നോ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ, നമ്മുടെ ലോകത്താകമാനം ആവറേജ് ടെമ്പറേച്ചർ എത്രയായിരുന്നോ അതിൽ നിന്നും 2 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 2100, അതായത് ഈ ഒരു സെഞ്ചുറി തീരുമ്പോൾ 2100 എന്ന് പറയുന്ന ഈ ഒരു സെഞ്ചുറി തീരുമ്പോൾ കൂടാൻ പാടുള്ളൂ. എന്താണ് പറയുന്നത്, പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസ്. ഫോർ എക്സാമ്പിൾ എന്താണ് പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസ് എന്നൊക്കെ പറയുമ്പോൾ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു 14 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ 1800കളിൽ എന്താണ് ഒരു 14 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2100 ആകുമ്പോഴേക്കും മാക്സിമം ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് 2 ഡിഗ്രി മാത്രമേ കൂടാവൂ. അതായത് 14 എന്നുള്ളത് 16 ആകാം എന്നുള്ളതാണ് നമ്മുടെ പാരീസ് എഗ്രിമെൻറ്റ് പറയുന്നത്. ഇനി ഈ 2 എന്ന് പറയുന്നത് എന്താണ്, അവർ കുറച്ച് കൂട്ടി പറയുന്നതാണ്.
അപ്പോൾ എന്താണ് നമ്മൾ എടുക്കേണ്ട എഫേർട്ട് എന്തിനാണ്? ഈ റൈസ് എന്ന് പറയുന്നത് 1.5 ഡിഗ്രി സെൽഷ്യസ്, അതായത് ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മൾ എന്ത് ചെയ്യണം? 15.5 ഡിഗ്രി സെൽഷ്യസ് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 14 നമ്മൾ പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള ടെമ്പറേച്ചർ എന്നുണ്ടെങ്കിൽ അത് 2100 ആകുമ്പോഴേക്കും 15.5 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ എന്ത് ചെയ്യാവൂ? കൂടാവൂ എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പാരീസ് എഗ്രിമെൻറ്റ് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ മൊത്തത്തിൽ എന്താണ് ഇനി പറഞ്ഞു? അടുത്തത് എന്താണ്? നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യക്കും എന്താണ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2015 ഇത് നിലവിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്ത്യക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. അതാണ് ഈ പറയുന്ന 2025 ഇത് നിലവിൽ വരുമ്പോൾ 2015 പാരീസ് എഗ്രിമെന്റ് നിലവിൽ വരുമ്പോഴുള്ള ടാർഗറ്റുകളാണ് ആദ്യത്തെ കോളത്തിൽ കാണുന്നത്. 2022 ഗ്ലാസ്ഗോ സ്കോട്ട്ലൻഡിലെ 2022 നടന്ന കോപ്പ് എത്രയാണ്? COP 27 അല്ലേ? COP 27 വെച്ചിട്ട് ഇന്ത്യ റിവൈസ് ചെയ്ത ടാർഗറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇന്ത്യയുടെ NDC ടാർഗറ്റുകൾ എന്ന് പറയുന്നത്, ഇന്ത്യയുടെ നാഷണൽ ഡിറ്റർമിൻഡ് ടാർഗറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ എമിഷൻസ് കാർബൺ എമിഷൻസ് എന്ന് പറയുന്നത് 45% കുറയ്ക്കുക. 2005 ലെവലിൽ നിന്നും 45% കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ കറണ്ട് ആയിട്ടുള്ള നിലവിൽ 2022 റിവൈസ് ചെയ്ത ടാർഗറ്റ്. അത് 2015 കൊടുത്തത് 33 മുതൽ 35% വരെ റിഡക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു 2015 കൊടുത്തിട്ടുണ്ടായിരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിസിറ്റി ജനറേഷൻ. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ 2030 അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക? 50% നമ്മുടെ ടോട്ടൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ്റെ 50% എന്ത് ചെയ്യുക? നോൺ ഫോസിൽ ഫ്യൂവൽസ് കൊണ്ടുള്ളതായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് കൂടുതലായിട്ട് ഇവിടെ എയിം ചെയ്യുന്നത്? സോളാർ എനർജിയിലേക്ക് മാറുക എന്നുള്ളതാണ് കൂടുതലായിട്ടും ഇവിടെ പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയുന്ന പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അച്ചീവ് നെറ്റ് സീറോ അച്ചീവ് ചെയ്യുക. 2070 നെറ്റ് സീറോ കാർബൺ. എന്താണ് നെറ്റ് സീറോ കാർബൺ എന്ന് പറയുന്നത്? കാർബൺ എമിഷൻസ് 0 ആകുക, അതായത് കാർബൺ എമിഷൻസേ ഉണ്ടാകാൻ പാടില്ല. അതാണ് നെറ്റ് സീറോ കാർബൺ എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. NDC നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട NDC ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കടാ, ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? എമിഷൻ ഇൻറ്റൻസിറ്റി റിഡക്ഷൻ 45% ഫ്രം 2005 ലെവൽ. ഇനി രണ്ടാമത്തെ എന്താണ്? ഷെയർ ഓഫ് നോൺ ഫോസിൽ ഫ്യൂവൽ ഇൻ ഇൻസ്റ്റാൾഡ് ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി. അതായത് എന്താണ് നമ്മുടെ നോൺ ഫോസിൽ ഫ്യൂവൽ അല്ലേ? ഇപ്പോൾ സോളാർ എനർജി ആയിക്കോട്ടെ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ ജിയോ തെർമൽ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഇതൊക്കെ എന്താണ്? നോൺ ഫോസിൽ ഫ്യൂവൽ ആണ്. അത് എത്രയാക്കുക? 50%. 2030 50% ആക്കുക. ഇനി കാർബൺ സിങ്കുകൾ കൂടുതലായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? അഫോറസ്റ്റേഷൻ കൂട്ടുക, അതായത് കൂടുതൽ വനവൽക്കരണം നടത്തുക. അത് എത്രയാണ്? 2.5 to 3 billion tons ഓഫ് അഡീഷണൽ സിങ്ക് ക്രിയേഷൻ ത്രൂ അഫോറസ്റ്റേഷൻ. അപ്പോൾ എന്താണ്? കൂടുതൽ കാടുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? 2.5 to 3 billion tons ഓഫ് അഡീഷണൽ സിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു 2015 2022 നമ്മുടെ NDC ടാർഗറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണമാണ് എമിഷൻ റിഡക്ഷൻ കൊണ്ടുവരിക. എമിഷൻ റിഡക്ഷൻ 2005 ലെവലിൽ നിന്ന് 45% കുറയ്ക്കുക. ഇനി എന്താണ്? ഷെയർ ഓഫ് നോൺ ഫോസിൽ ഫ്യൂവൽ, സോളാർ ആയിക്കോട്ടെ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകൾ ആയിക്കോട്ടെ, ജിയോ തെർമൽ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ത് ചെയ്യുക? 50% ആക്കുക. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ 50% കൊണ്ടുവരിക. മൂന്നാമതായിട്ടാണ് കൂടുതൽ കാർബൺ സിങ്കുകൾ വെക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ NDC ടാർഗറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഈ ഒരു NDC ടാർഗറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെങ്കിൽ ISA എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹരിയാനയിലെ ഗൂർഗോൺ ആണ് അല്ലേ? അത് അവിടെ നമ്മുടെ ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെങ്കിൽ ISAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഒരു ഇന്ത്യയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ സംഘടനയാണ് ഈ ISA എന്ന് പറയുന്നത്. അതെന്താണ്? ഇന്ത്യയുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഈ ഒരു അതിനെ കോമ്പാക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു
എന്താണ് ആരംഭമായിരുന്നു ഏത് നമ്മുടെ ISA എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടുള്ള മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത് എന്താണ്, നല്ല സോളാർ എനർജി കിട്ടുന്ന, എന്താണ് സൗരോർജ്ജം കൂടുതലായിട്ട് കിട്ടുന്ന കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഘടനയിലെ കൂടുതൽ മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ആഗോളതാപനം എന്നുള്ള ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതുവരെ പഠിച്ചതിൽ നിന്ന് എന്തായാലും കൂടുതലില്ലേ? അറിയായിരുന്നോ? അതോ ഇതൊക്കെ അറിയായിരുന്നോ? ഈ പാരീസ് അഗ്രിമെന്റ്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ? അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇതൊക്കെ എന്താണ് നമ്മുടെ, ഇതൊക്കെ ഏറ്റവും നല്ല രീതിയിലുള്ള, അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും എന്ത് ചെയ്യില്ല, ആരും പഠിക്കില്ല എന്തായാലും. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുമ്പം ഈ ഒരു എമിഷൻ ട്രേഡിങ്, ഇങ്ങനെ ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള കാര്യങ്ങൾ എന്താണ് ഒരിടത്തും പഠിപ്പിക്കാൻ പോകുന്നില്ല. അപ്പം അത്രയധികം കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് നിങ്ങളും എന്ത് ചെയ്യുക, കൂടുതൽ എഫേർട്ട് ഇടുക. അത് നിങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ ഉയർന്ന റാങ്കുകളിലേക്ക് കൊണ്ടെത്തിക്കും. അത് നിങ്ങൾക്ക് എന്താണ് എല്ലാ തരത്തിലുള്ള, ഇപ്പം നമ്മുടെ എന്താണ് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ LDC ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന എല്ലാ PSC എക്സാമുകളിലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം. അപ്പം എന്താണ്, ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇതെന്താണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാറിയ PSCയുടെ മൊത്തത്തിലുള്ള ഒരു അപ്രോച്ച് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം അറിഞ്ഞിരിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ പഠിച്ചില്ലേ? ഇപ്പോൾ ഇനി എല്ലാ എക്സാമിനും ഉപയോഗം വരും കേട്ടോ. ഓക്കെ. ഓക്കെ, താങ്ക് യു നവ്യ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ആർക്കും ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കണു. ഓക്കെ ശ്രീഷ്മ.